ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൽ വരുന്ന 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ LSSുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അതൊക്കെ പോയി കാണുക. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ നോക്കിക്കേ. ഇവിടെ ഒരു ടേബിളും അതിന് ചുറ്റും ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ. എന്താണ് ഇവിടെ ചെയ്യുന്നത് അവർ? ദ ചിൽഡ്രൻ ആൻഡ് ടീച്ചേഴ്സ് ഓഫ് അയനിമല LP സ്കൂൾ ആർ പ്രിപ്പയറിംഗ് മാച്ച് ബോക്സസ്. അയനിമല സ്കൂളിലെ ടീച്ചറും സ്റ്റുഡൻസും എന്താണ് മാച്ച് ബോക്സ് തയ്യാറാക്കിയാണ്. ഇനി നമ്മൾക്ക് അവർ നിർമ്മിച്ച മാച്ച് ബോക്സസ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് മേധയുടെ മാച്ച് ബോക്സ് തന്നിട്ടുണ്ട്. മേധ തയ്യാറാക്കിയ മാച്ച് ബോക്സ് നോക്കിക്കേ. അതിൽ കുറച്ച് ടോക്കൺസ് ഉണ്ട്. ഒന്നാമത്തെ റോയിൽ എത്ര ടോക്കൺസ് ആണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8. 8 ടോക്കൺസ് ആണ് ഒന്നാമത്തെ റോയിലുള്ളത്. ഇനി രണ്ടാമത്തെ റോ നോക്കിക്കേ. അതിലും 8 ടോക്കൺസ് ആണുള്ളത്. മൂന്നാമത്തെ റോയിലും 8 ടോക്കൺസ് ആണുള്ളത്. ഇവിടെ 3 റോകളാണ്. മേധയുടെ മാച്ച് ബോക്സിൽ 3 റോകളാണുള്ളത്, മനസ്സിലാക്കുക. ഓരോ റോയിലും 8 ടോക്കൺസ് വീതമാണുള്ളത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് താഴെ ഒരു ചോദ്യമുണ്ട്. ലുക്ക് അറ്റ് ദി ടോക്കൺ ബോർഡ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. പിന്നെ ടോക്കൺ ബോർഡ് നോക്കിയിട്ട് താഴെ തന്നിരിക്കുന്ന ടേബിള് കംപ്ലീറ്റ് ആക്കാൻ, പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഇവിടെ റോന്ന് തന്നിട്ടുണ്ട് ഒരു കോളത്തിൽ, നമ്പറിനും. റോയുടെ നേരെ 1, 2, 3 തന്നിക്കണ്. 3 റോ അല്ലേ ഉള്ളത്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു 3 റോകളാണ് ഉള്ളത്. ഇനി നമ്പർ ഒന്നാമത്തെ റോയിൽ എത്രയാണുള്ളത്? 8. നമ്മൾ നേരത്തെ മാച്ച് ബോക്സിൽ ടോക്കൺസ് എണ്ണി നോക്കിയതാണല്ലേ. ഒന്നാമത്തെ റോയിൽ 8 ടോക്കൺസ് ആയിരുന്നു. ഇനി രണ്ടാമത്തെ റോയിൽ 2 എന്നുള്ള കോളത്തിൻ്റേത് എത്രയാണ്? രണ്ടാമത്തെ കോളത്തിലും 8 ആണ്. ഇനി മൂന്നാമത്തെ കോളത്തിലോ? മൂന്നാമത്തെ കോളത്തിലും 8 തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ റോയിലും എത്ര ടോക്കൺസ് ആണുള്ളതെന്ന് നമ്മൾ എഴുതി. ഇനി നമ്മളെടുത്ത് ടോട്ടൽ മൊത്തത്തിൽ എത്രയാണെന്ന് ചോദിച്ചത്. ടോട്ടൽ റോസ് ഇവിടെ മുഴുവനായിട്ടും എത്ര റോകളാണുള്ളത്? 3 എണ്ണമല്ലേ. ഇനി മൊത്തത്തിൽ എത്ര നമ്പറുകളാണുള്ളത്? നമുക്ക് ടോട്ടൽ നമ്പർ കിട്ടാൻ ഓരോ റോയിലുള്ള ടോക്കൺസും നമ്മൾ കൂട്ടിയാൽ മതി. അതായത് ഒന്നാമത്തെ റോയിൽ 8, അതിനോട് രണ്ടാമത്തെ റോളിലെ 8നോട് കൂട്ടുക. പിന്നെ മൂന്നാമത്തെ റോളിലെ 8ഉം കൂട്ടുക. അതായത് 8 + 8 + 8 എത്ര കിട്ടും? 24 എന്ന് കിട്ടും. സോ നിങ്ങൾ അവിടെ ടോട്ടൽ നമ്പറിൻ്റെ കോളത്തിൽ 24 എന്ന് എഴുതി കൊടുക്കുക. നോക്കിക്കേ. 3 റോസ് വിത്ത് 8 ടോക്കൺസ് ഇൻ ഈച്ച്. 3 റോയിലും ഓരോ റോസിൽ 8 ടോക്കൺസ് ആണുള്ളത്. ഹൗ മെനി ടോക്കൺസ് ഇൻ ഓൾ? നമ്മൾ പറഞ്ഞു മൊത്തത്തിൽ എത്ര ടോക്കൺസ് ഉണ്ട്? 3 പ്രാവശ്യം 8. 8 കൂട്ടണം 8 കൂട്ടണം 8 എത്രയായിരുന്നു? 24. നമ്മൾ കണ്ടുപിടിച്ചതല്ലേ. ഇത് മറ്റൊരു രീതിയിൽ എഴുതാം. എങ്ങനെയാണ്? 8 + 8 + 8 എന്ന് പറയുന്നത് എത്രയാണ്? 3 ഗുണിക്കണം 8 എന്നാണ്. അതായത് 3 പ്രാവശ്യം 8. 3 ഗുണിക്കണം 8 എത്രയാണ് ഉത്തരം? 24. ഇനി മാധവിൻ്റെ മാത്ത് ബോക്സ് നോക്കിക്കേ. മാധവ് മെയ്ഡ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടോക്കൺ ബോർഡ്. മാധവ് വേറൊരു മോഡലുള്ള ടോക്കൺ ബോർഡാണ് ഉണ്ടാക്കിയത്. ഇവിടെ സൈഡിൽ നോക്കിക്കേ. നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ഇവിടെ എത്ര റോസ് ആണുള്ളത് നോക്കിക്കേ മക്കളെ. ഇവിടെ 8 റോകളാണ് ഉള്ളത്. ഇനി ഓരോ റോയിലും എത്ര ടോക്കൺസ് ഉണ്ട്? ഒന്നാമത്തെ റോയിൽ 3, രണ്ടാമത്തതിൽ 3, അങ്ങനെ 8 എണ്ണത്തിലും 3 ടോക്കൺസ് വീതമാണ് വരുന്നത്. 8 3 എന്ന് പറഞ്ഞാൽ 8 പ്രാവശ്യം 3 എന്നല്ലേ. അതായത് 8 ഗുണിക്കണം 3. ഇവിടെ ടോക്കൺസ് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് 8 പ്രാവശ്യം 3, അതായത് 8 ഗുണിക്കണം 3 എത്രയാണ്? 24. മാധവിൻ്റെ മാച്ച് ബോക്സ് എത്രയുണ്ട്? ടോക്കൺസ് എത്രയുണ്ട്? 24 ആണ്. ഇതെന്നല്ലേ നമുക്ക് മുകളിലും കിട്ടിയത്? 24 എന്നല്ലേ. അതായത് അവിടെ 3 റോകളിലായിരുന്നു, ഓരോ റോകളിലും 8. അന്നപ്പം 3 ഗുണിക്കണം 8 24 കിട്ടി. ഇവിടെ 8 റോകളുണ്ട്, അതിൽ ഓരോന്നിലും 3. എത്രയാ? 24. 3 ഗുണിക്കണം 8 എന്ന് പറഞ്ഞാലും 8 ഗുണിക്കണം 3 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണല്ലേ. മനസ്സിലായില്ലേ? ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഓക്കെ, സോ മാധവിൻ്റെ മാത്ത് ബോക്സിലും മേധയുടെ മാത്ത് ബോക്സിലും
24 ടോക്കൺസ് ആയിരുന്നു അല്ലേ ഉള്ളത്. ഇവിടെ നോക്കിക്കേ, സിയു എന്ന് പറഞ്ഞ ആൾ 24 ടോക്കൺസ് വേറെ രീതിയിലാണ് തയ്യാറാക്കിയത്. മാധവും മേധയും 2 രീതിയിലാണല്ലോ തയ്യാറാക്കിയത്. ഇനി സിയുദ മൂന്നാമതൊരു രീതിയിലാണ് ഇവളിവിടെ തയ്യാറാക്കിയത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ആദ്യത്തേത് നോക്കിക്കേ, 3 റോകളുണ്ട്. ഓരോ റോകളിലും 8 ഉണ്ട്. ഒന്നിൽ 8 ഉണ്ട്, രണ്ടാമത്തതിൽ 8 ഉണ്ട്, മൂന്നാമത്തതിലും 8 ഉണ്ട്. അഥവാ 3 ഗുണിക്കണം 8 അല്ലേ, 3 പ്രാവശ്യം 8 അല്ലേ, എന്നപ്പോൾ അത് ശരിയാണല്ലേ. ഇനി രണ്ടാമത്തെ റൈറ്റ് സൈഡിൽ നോക്കിക്കേ, ഈ ഒന്നാമത്തെ റോയിൽ വരുന്ന 8 എണ്ണത്തിനെ 2 എണ്ണാക്കി 2 പാർട്ടാക്കി 4 എണ്ണം ഉള്ളതും 4 എണ്ണം ഉള്ളതും ഒരു കോളാക്കിയിട്ട് 2 കോളത്തിലാക്കിയിട്ട് എഴുതി. ഓക്കെ, അതായത് 2 പ്രാവശ്യം 4, ഒന്നുണ്ട് 4 ഉള്ളതുണ്ട്, വേറൊരു ചെറിയൊരു ബോക്സ് 4 ഉള്ളതുണ്ട്. 2 പ്രാവശ്യം 4 ആക്കി, അങ്ങനെ ഒരു റോ. പിന്നെ രണ്ടാമത്തെ റോയിൽ നോക്കിക്കേ, അതും 2 പ്രാവശ്യം 4, ഒന്നിലും 4, രണ്ടാമത്തതിലും 4. ഇനി മൂന്നാമത്തെ റോയിലും സെയിം അങ്ങനെ തന്നെ 2 പ്രാവശ്യം 4 എണ്ണമുള്ള ടോക്കൺസ് ആക്കി. സോ ഇതെന്ന് പറയുന്നത് 3 പ്രാവശ്യം 2 × 4 അല്ലേ, അതായത് 3 ഗുണിക്കണം 2 ഗുണിക്കണം 4. എത്രയാ ഉത്തരം വരിക? 3 ഗുണിക്കണം 2 6, 6 ഗുണിക്കണം 4 24. ഇതിൻ്റെ ഉത്തരം 24 എന്നാണ് വരിക. ഇനി നമുക്ക് 24 കിട്ടുന്ന വേറൊരു മോഡൽ നോക്കാം. ഇവിടെ നോക്കൂ, 4 കോളംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ കോളത്തിലും എത്ര ടോക്കൺസ് ഉണ്ട്? 6 എണ്ണമാണുള്ളത്. ഒന്നാമത്തെ കോളത്തിലും 6 ഉണ്ട്, രണ്ടാമത്തെ കോളത്തിലും 6, 3ലും 6, 4ലും 6. അപ്പോൾ 4 പ്രാവശ്യം 6 വന്നു. അതായത് 4 ഗുണിക്കണം 6 എത്രയാണ്? 24 അല്ലേ. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ നോക്കിക്കേ, ഇതേ കോളത്തിനെ എന്താക്കി ഹാഫിൽ 2 റോകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതായത് ആദ്യത്തെ റോയിൽ 4 പ്രാവശ്യം 3 എണ്ണം വരുന്നത്. ഓക്കെ, 3 ടോക്കൺസ് എത്രയാണ്? 4 പ്രാവശ്യം. രണ്ടാമത്തേതിലോ അങ്ങനെ തന്നെ 4 കോളത്തിലായിട്ട് 3 എണ്ണം വീതം ടോക്കൺസ് ആണുള്ളത്. 4 പ്രാവശ്യം 3 ടോക്കൺസ്. സോ ഇവിടെ 2 പ്രാവശ്യം 4 ഗുണിക്കണം 3 വന്നു അല്ലേ. അതായത് 2 ഗുണിക്കണം 4 ഗുണിക്കണം 3 എത്രയായി? 2 4 8, 8 3 24. ഓക്കെ, ഇനി നമ്മളെടുത്ത് ചോദിക്കുകയാണ്, ഇഫ് ദർ ആർ 4 റോസ് വിത്ത് 8 ടോക്കൺസ് ഇൻ ഈച്ച്, ഹൗ മെനി ടോക്കൺസ് ആർ ദർ ഇൻ ഓൾ? അതായത് 4 റോകളിൽ ഓരോന്നിൽ 8 ടോക്കൺസ് ഉണ്ട്. അതായത് 4 പ്രാവശ്യം 8, ഒരു റോയിൽ 8 ഉണ്ട്, രണ്ടാമത്തെ റോയിൽ 8 ഉണ്ട്, മൂന്നാമത്തെ റോയിൽ 8 ഉണ്ട്, നാലാമത്തെ റോയിലും 8 ടോക്കൺസ് ഉണ്ട്. ഓക്കെ, അതായത് 8 + 8 + 8 + 8 അതെത്രയാണ്? നമ്മൾ മൾട്ടിപ്ലൈയിൽ എഴുതുമ്പം 4 പ്രാവശ്യമല്ലേ 8 ഉള്ളത്. അതായത് 4 ഗുണിക്കണം 8. എത്ര ഉത്തരം കിട്ടും? 32 എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മളെടുത്ത് പറഞ്ഞത് ഈ 4 ഗുണിക്കണം 2 എന്നുള്ളത് 2 വെച്ചിട്ട് എഴുതാനാണ്. 2 എന്ന് അവിടെ തന്നിട്ടുണ്ട്. 2 ഗുണിക്കണം ബാക്കിയുള്ള 2 നമ്പറുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്ത് ചെയ്യുക? ആദ്യം നമ്മുടെ ഒന്നാമത്തെ നമ്പർ 4 ഗുണിക്കണം 8 എന്നുള്ളതിനെ 4 അല്ലേ ഒന്നാമത്തെ നമ്പർ, അത് അതുപോലെ എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതുക. എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ നമ്പറില്ലേ, അതായത് 8 അല്ലേ, 4 ഗുണിക്കണം 8 എന്നുള്ളതാണ് കേട്ടോ നോക്കേണ്ടത്. ആ 8ൻ്റെ പകുതി രണ്ടാമത്തേതിൽ എഴുതുക. അതായത് 4 അല്ലേ, സോ അവിടെ 4 എന്ന് എഴുതി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 2 ഗുണിക്കണം 4 ഗുണിക്കണം 4 എന്ന് കിട്ടി. ഇത് എത്രയാണ് ഉത്തരം? 2 ഗുണിക്കണം 4 8, 8 ഗുണിക്കണം 4 32 തന്നെയല്ലേ. അടുത്ത ചോദ്യം നോക്കിക്കേ, വാട്ട് എബൌട്ട് 6 റോസ് വിത്ത് 8 ടോക്കൺസ് ഇൻ ഈച്ച്? എത്ര റോകളുണ്ട് ഇവിടെ? 6 റോകളുണ്ട്. ഓക്കെ, എന്നിട്ട് ഓരോന്നിലും ഈച്ചിലും എത്രയുണ്ട്? 8 ടോക്കൺസ്. ഓരോന്നിലും 8 ടോക്കൺസ് ആണുള്ളത്. നമ്മുടെ മനസ്സിലൊരു ചിത്രം വരിക, 6 റോകളുണ്ട് ഇങ്ങനെ താഴോട്ട്, ഓരോന്നിലും 8 എണ്ണം വീതമുണ്ട്. സോ ഇവിടെ നമുക്ക് 32 + ഡേഷ് അവിടെയുള്ള ആ ഒരു നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ = നമുക്ക് തന്നിട്ടില്ല. സോ നമുക്ക് ഈ ടോട്ടൽ നമ്പർ എത്ര കിട്ടുക എന്ന് നമുക്കറിയാം ഇല്ലേ. അതായത് 6 ഗുണിക്കണം 8, 6 പ്രാവശ്യം 8 എത്ര കിട്ടി? 6 ഗുണിക്കണം 8 48 കിട്ടിയില്ലേ.
ഇനി നമുക്ക് മറ്റേ സംഖ്യ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലേ. കൂട്ടിയ സംഖ്യ ഈ 48-ൽ നിന്നും 32 കുറച്ചാൽ നമുക്ക് 48-ൽ നിന്നും 32 കുറയ്ക്കുമ്പോൾ 16 എന്ന് കിട്ടും. അതവിടെ എഴുതി കൊടുക്കുക. ഇനി നമ്മളടുത്ത് ചോദിക്കുകയാണ് 6 ഗുണിക്കണം 8 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ കോളത്തിൽ എന്ത് ചെയ്യുക, 2 എന്ന് അവിടെ എഴുതി കൊടുക്കുക. പിന്നെ നമ്മുടെ ആദ്യത്തെ നമ്പറില്ലേ, അതായത് 6 ഗുണിക്കണം 8-ൽ ആദ്യത്തെ ആൾ ആരാണ്, 6 അല്ലേ, അതിനെ രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആളെയും കിട്ടി. ഇനി മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ നമ്പറില്ലേ, അതായത് 6 ഗുണിക്കണം 8-ൻ്റെ ആ 8-ൻ്റെ പകുതി എടുക്കുക. 8-ൻ്റെ പകുതി എത്രയാണ്, 4 അല്ലേ, അതവിടെ എഴുതി കൊടുക്കുക. ഇനി നമ്മുടെ ഉത്തരം 48 കിട്ടുന്നുണ്ടോ നോക്കിക്കേ. 2 ഗുണിക്കണം 6 ഗുണിക്കണം 4, 2 6 12, 12 ഗുണിക്കണം 4 48. ഇനി എന്താണെന്ന് നോക്കിക്കേ. എ റെക്റ്റാങ്കിൾ വിത്ത് ടോക്കൺസ്. സി ശ്രവ്യാസ് ടോക്കൺ ബോർഡ്. ഇത് ശ്രവ്യയുടെ ടോക്കൺ ബോർഡാണ്. ഹൗ മെനി ടോക്കൺസ് ആർ ദെയർ ഇൻ പിക്ചർ? എത്ര ടോക്കൺസ് ഉണ്ട് എണ്ണി നോക്കിക്കേ. ആദ്യത്തെ റോയിൽ 12 എണ്ണം ഉണ്ട് അല്ലേ. 12 എണ്ണം എത്ര റോകളിലായിട്ടാണുള്ളത് നോക്കിക്കേ. ഒരു റോയിൽ 12, പിന്നെ രണ്ടാമത്തെ റോയിൽ 12, 3 4 5 6 7 8 റോകളാണുള്ളത്. അപ്പോൾ ഇവിടെ 12 കോളവും 8 റോയും ആണുള്ളത്. കോളം എന്ന് പറഞ്ഞാൽ നേരെ വരുന്നത്, അത് 12 എണ്ണം ഉണ്ട്. താഴേക്ക് 8 റോയും ആണുള്ളത്. ഇനി നമ്മളടുത്ത് ചോദിക്കുകയാണ് ഹൗ എബൌട്ട് സ്പ്ലിറ്റിംഗ് 12 കോളംസ് ഇൻറ്റു 10 and 2. കോളം എന്ന് പറഞ്ഞാൽ നേരെ പോണ ടോക്കൺസ് 10 വരെ ഉള്ളതും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള 2 എണ്ണവും സ്പ്ലിറ്റ് ആക്കാൻ, ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. സോ നോക്കി, ഇവിടെ ബ്ലൂ കളറിലുള്ളത് 2 എണ്ണം, കോളത്തിൽ 2 വരുന്നത്. മറ്റേത് ഓറഞ്ച് കളറിലുള്ളത് 10 എണ്ണം വരുന്നത്, അവിടെയാണ് ഡിവൈഡ് ആക്കിയത്. ഇനി താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, നോക്കാം. ഒന്നാമത്തെ നോക്കിക്കേ. ടോക്കൺസിൻ്റെ ലാർജ് റെക്റ്റാങ്കിൾ, അതായത് ഓറഞ്ച് ടോക്കൺസ് ഉള്ള റെക്റ്റാങ്കിൾ അല്ലേ ലാർജ്, അതിലാണ് ടോക്കൺസ് ഇൻ എ കോളം. കോളത്തിൽ എത്ര ടോക്കൺസ് ഉണ്ട്? ഒന്നാമത്തെ കോളം എടുത്ത് നോക്കിക്കേ. അതിൽ 8 ടോക്കൺസ് ആണല്ലേ ഉള്ളത്. സോ അവിടെ നിങ്ങൾ 8 എന്ന് എഴുതി കൊടുക്കുക. ഇനി നമ്പർ ഓഫ് കോളംസ്, എത്ര കോളംസ് ആണ് ഇവിടെ ഉള്ളത്? നേരെ പോണതാണ് കോളംസ്. ഇവിടെ 10 കോളംസ് ആണുള്ളത്. നിങ്ങൾ അവിടെ 10 എന്ന് എഴുതി കൊടുക്കുക. ഇനി ടോട്ടൽ മൊത്തത്തിൽ എത്ര ഉണ്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 10 ഗുണിക്കണം 8 എത്രയാണ്? 80 ആൻസർ കിട്ടും. ഇനി ടോക്കൺസ് ഇൻ എ സ്മോൾ റെക്റ്റാങ്കിൾ, ചെറിയ റെക്റ്റാങ്കിൾ, ബ്ലൂ ടോക്കൺസ് ഉള്ള റെക്റ്റാങ്കിളിനെ കുറിച്ചാണ്. ടോക്കൺസ് ഇൻ എ കോളം, ഒരു കോളത്തിൽ എത്ര ടോക്കൺസ് ഉണ്ട്? 8 എണ്ണമാണ് അല്ലേ. സോ അവിടെ നിങ്ങൾ 8 എന്ന് എഴുതി കൊടുക്കുക. നമ്പർ ഓഫ് കോളംസ്, എത്ര കോളമാണ് ഇവിടെ വരുന്നത്? 2 കോളമാണ് ഇവിടെ വരുന്നത്. ഇനി ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് 2 ഗുണിക്കണം 8 എന്ന് ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 16 എന്ന് കിട്ടും. ഇനി ഈ 2 റെക്റ്റാങ്കിളിൻ്റെയും കൂടിയും ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ എത്രയായിരുന്നു നമ്മൾ ചെയ്തത്? 10 ഗുണിക്കണം 8. രണ്ടാമത്തതിൽ ചെയ്തത് 2 ഗുണിക്കണം 8. ഇത് രണ്ടും കൂടി കൂട്ടുക. 10 ഗുണിക്കണം 8 എന്ന് പറഞ്ഞാൽ 80 അല്ലേ. അതേ കൂട്ടണം 2 ഗുണിക്കണം 8 എത്രയാ? 16. 80 കൂട്ടണം 16 എത്രയാണ്? 96. നമ്മുടെ ഉത്തരം 96. ഇത് വേറൊരു രീതിയിലും എഴുതാമെന്നാണ് പറയുന്നത്. നമ്മുടെ കോളം എത്രയായിരുന്നു? ആദ്യത്തേത് 10ഉം രണ്ടാമത്തേത് 2ഉം അല്ലായിരുന്നു. അത് മുകളിൽ അങ്ങനെ എഴുതുക. ദെൻ 10 കോളെണ്ണം വരുന്നതിലും എത്ര ടോക്കൺസ് ആയിരുന്നുള്ളത്? ഓരോ കോളത്തിലും 8 ആണ്. 2 കോളം വരുന്നതിലും 8 ടോക്കൺസ് ആയിരുന്നു വന്നത്. സോ അവിടെ ആദ്യം 10 ഗുണിക്കണം 8 എന്ന് എഴുതുക, 80 കിട്ടി. പിന്നെ 2 ഗുണിക്കണം 8 16 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 96 എന്ന് കിട്ടും. താഴെ ബോക്സിൽ തന്നത് ടു കമ്പ്യൂട്ട് 12 into 8 വി നീഡ് ഓൺലി ആഡ് ദി നമ്പർ ഗോഡ് ബൈ മൾട്ടിപ്ലൈങ് 10/8 ആൻഡ് ദി നമ്പർ ഗോഡ് ബൈ മൾട്ടിപ്ലൈങ് 2/8. ഇതൊന്നുമില്ല, മുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് 12 into 8 ചെയ്യുന്നതിന് പകരം 10 into 8 കൂട്ടണം 2 into 8 എന്ന് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. സോ നമ്മുടെ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ബാക്കി പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.